ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനും നിങ്ങളുടെ ഏഞ്ചൽസിനും നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളാണ് ഈ കാർഡുകളിലൂടെ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഇത് ആൻസിസ്റ്റേഴ്സിന്റെ ഏഞ്ചൽസിന്റെയും കാർഡുകളാണ്. അപ്പോ ആൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൂർവികര് കേട്ടോ. നിങ്ങളുടെ പൂർവികരായിട്ടുള്ള മരിച്ചുപോയവരല്ലേ, അവർ നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ്, നിങ്ങളോട് അവർക്ക് പറയാനുള്ളതും പിന്നെ ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളതുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, അതുകൊണ്ട് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. നിങ്ങൾ എൻ്റെ ചാനല് പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആ ബെല്ലിക്കനെ ഒന്ന് ക്ലിക്ക് ചെയ്യണം, ഓളൊന്ന് ടച്ച് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആ ടൈമിൽ തന്നെ കിട്ടുകയുള്ളൂ. അതുപോലെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അത് അപ്പുറത്തൊട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പൊ ഒരു വട്ടം കണ്ട പിന്നെയും എപ്പോഴെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഇത് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് കാണാൻ വേണ്ടി, അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഏഞ്ചൽസ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ കാണേണ്ട ആ ഒരു ടൈമിലാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ആൻസിസ്റ്റേഴ്സിനും പൂർവികരായിട്ടുള്ള, അതായത് ആൻസിസ്റ്റേഴ്സിനും ഏഞ്ചൽസ്, നിങ്ങളുടെ ഏഞ്ചൽസിനും നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. The Four of Cups, Knight of Swords, Two of Pentacles, Eight of Swords, Nine of Cups, Eight of Wands, Ten of Swords, Five of Swords വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഏഞ്ചൽസിനെ ആൻസിസ്റ്റേഴ്സിനും പറയാനുള്ളത് നോക്കാം. ഏഞ്ചൽസിന്റെ ആൻസിസ്റ്റേഴ്സിന്റെ മെസ്സേജസിന്റെ കാർഡാണ് കേട്ടോ. എന്താണ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് നോക്കാം. See beyond the current situation. She Wolf, Sky Father. Be fearless and stand strong. Water Guardian, Fire Guardian. Trust your talent in changing times. ആരോ, ബ്രോക്കൺ ആരോ, ട്രാവലർ. ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് ദൂരം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ. അപ്പൊ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിന്റെ മെസ്സേജും നിങ്ങൾക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റീഡിങ് എടുക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസത്തെ റീഡിങ്ങിൽ പറഞ്ഞത് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ട്, നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ടെന്നതിന്റെ കറക്റ്റ് ആയിട്ട് അത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിന്റെ മെസ്സേജ് പറയുകയാണ്, യു ആർ നോട്ട് എലോൺ. നിങ്ങൾ തനിച്ചല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിനും ആൻസിസ്റ്റേഴ്സിനും ഒക്കെ പറയാനുള്ളത് എന്താണെന്ന് നോക്കാം അല്ലെ. ഇവിടെ പലർക്കും നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നവരെ കാണുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലത്തിലൂടെ പോകുന്നവരുണ്ട്. ടെൻ ഓഫ് സോർഡ്സ് എനർജി, ഫൈവ് ഓഫ് സോർഡ്സ് എനർജി, ഫോർ ഓഫ് കപ്പ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളുകളെ കാണുന്നുണ്ട്.
ഇതുണ്ട് 8 ഓഫ് സോർട്സ്. ഒത്തിരി പ്രോബ്ലത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾ വല്ലാതെ അങ്ങ് വിഷമിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്താണ് മുന്നോട്ട് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയിലാണ്. അതുണ്ടോ, കൈയും കാലും എല്ലാം കെട്ടിയിട്ട് കണ്ണും കെട്ടിയിട്ട അവസ്ഥയിലൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുന്നവരുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പൂർവികരായിട്ടുള്ളവരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വിട്ടുപോയവരാണ് അല്ലെ. അപ്പൊ നിങ്ങളെ വിട്ടുപോയ വ്യക്തികളാണ്. അതിന്റെ പേരിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ഏത് രീതിയിലായാലും, അതായത് ഒരു പക്ഷെ മരണപ്പെട്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തനിച്ചുള്ള നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുകയാണ് കേട്ടോ. 10 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ ഇനി എന്താണ്, എങ്ങനെ മുന്നോട്ട് എന്നുള്ള രീതിയിൽ ഒന്നും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത വല്ലാത്ത സിറ്റുവേഷനുകൾ. പക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം. കുട്ടികളുമായിട്ട് നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നും. അപ്പൊ എനിക്കറിയില്ല, നിങ്ങളെ ഇങ്ങനെ ഒരു മെസ്സേജ്, ഇങ്ങനെ ഒരു കാർഡിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് തരുന്നതാണെന്ന് എനിക്ക് തോന്നും. ആ അവര് നിങ്ങളെ അവിടെ വിഷമിക്കുകയായിരിക്കാം ഒരുപക്ഷെ അല്ലെ. ലൈഫിൽ നിങ്ങളെ തനിച്ചാക്കി പോവേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് വന്നിട്ടുണ്ടാവാം. മരണപ്പെട്ടു പോയവരാണെങ്കിൽ ഒരുപക്ഷെ അങ്ങനത്തെ ഒരു മെസ്സേജ് അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ വല്ലാതെ വിഷമിക്കുകയും ഡിസ്റ്റർബ്ഡ് ആണ്, വല്ലാത്ത പ്രശ്നങ്ങളിലും പ്രോബ്ലങ്ങളിലും ഒക്കെ പെട്ട് വിഷമിച്ചിരിക്കുന്ന നിങ്ങളോട് വിഷമിക്കേണ്ടെന്നൊരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. നിങ്ങളോട് വിഷമിക്കേണ്ടെന്ന്. അതായത് നിങ്ങൾ തനിച്ചല്ല, ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് നമ്മളുടെ മരിച്ചുപോയവർ നമ്മളെ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അവര് നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് കാണാൻ വയ്യുന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കുന്ന വ്യക്തികൾ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ നമ്മളെ വിട്ട് പോകാൻ പറ്റില്ല. അവർക്കൊരു സ്വസ്ഥതയും കിട്ടിയില്ലല്ലോ അങ്ങനെ പോയാലല്ലേ. അപ്പൊ അവരെ ഓർത്ത് നമ്മളിവിടെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവരെ ഓർത്തിട്ട് നമ്മൾ അവരെ വിട്ട് പിരിഞ്ഞതിന്റെ വേദന ഒരു വസ്തുത. അതുകൂടാതെ നമ്മൾ ജീവിത സാഹചര്യങ്ങളിൽ പെട്ട് വല്ലാതെ ഉടർന്ന ഒരുപാട് പ്രശ്നങ്ങളിലും പ്രോബ്ലത്തിലും അവരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും അല്ലെ പലർക്കും. ചിലർക്ക് അപ്പൊ അച്ഛനോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, സഹോദരങ്ങൾ അല്ലെങ്കിൽ വൈഫ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ചിലരുടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, കുട്ടികൾ. അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് ഇവിടുത്തെ ജീവിതം വലിയ ദുസ്സഹമായി തോന്നാറുണ്ട് അല്ലെ. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ ഇനിയും ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത രീതിയിലുള്ള ആളുകളുണ്ട്. നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സും നിങ്ങളുടെ ഏഞ്ചലും നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലും കേട്ടോ. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ തനിച്ചല്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ടാലന്റിൽ, നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കാൻ ഇവിടെ പറയുന്നുണ്ട്. ട്രസ്റ്റ് യുവർ ടാലന്റ്സ് ഇൻ ചേഞ്ചിങ് ടൈംസ്. നിങ്ങളുടെ ടാലന്റിൽ വിശ്വസിക്കാനാണ്. നിങ്ങൾ ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാതെ വിഷമിക്കുന്ന സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു. മുന്നോട്ട് എങ്ങനെ പോകും. അപ്പൊ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ഒരുപാട് ടാലന്റ് ഉണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കൂ, നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കൂ. നിങ്ങളുടെ ടൈം ചേഞ്ച് ആകും. ഈ ഒരു സമയം ചേഞ്ച് ആവുന്നവർ നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവിനെ പുറത്തെടുക്കൂ. അതിലൂടെ നിങ്ങളുടെ ആ ഒരു സമയം, ഈ ഒരു സമയമൊക്കെ മാറി നല്ലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെയൊക്കെ പുറത്തെടുക്കേണ്ടതായിട്ട് വരും നിങ്ങൾക്ക്. അതായത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ, മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാതെ ഇരിക്കുന്നവർക്ക് നിങ്ങളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് അവരെ നഷ്ടപ്പെട്ടു, ഇനിയിപ്പോ എങ്ങനെ ജീവിക്കും, മുന്നോട്ട് എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നിനും കഴിയില്ല എന്ന് കരുതി നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല, നിങ്ങൾക്ക് എല്ലാം കഴിയും. അതാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാം വരും. നിങ്ങൾക്ക് എല്ലാത്തിനും കഴിയും. നിങ്ങൾക്ക് യുവർ പാഷൻ, ഫയർ ഗാർഡിയൻ ആണ് പറയുന്നത്, ഫയർ ഗാർഡിയൻ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ, ആ പാഷനെ കണ്ടെത്താനാണ് പറയുന്നത്. നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യണം. ഓരോരോ സിറ്റുവേഷൻ, ഇപ്പം പ്രസക്റ്റ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണോ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ എന്താണ് വേണ്ടത്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടത്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫ്യൂച്ചറിലേക്ക് നോക്കാനല്ല, ഇപ്പം കഴിഞ്ഞു പോകാൻ എന്താണ് ചെയ്യേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. ആരോ
നിങ്ങളുടെ ചുറ്റിനും നോക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ചുറ്റിനും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന എനർജി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ചുറ്റിനും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സംരക്ഷിക്കാനുള്ളൊരു കഴിവുണ്ട്. നിങ്ങളിലേക്ക് തന്നെ നോക്കൂ. നിങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ഊർജ്ജം നിങ്ങളിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട്, ബി ഫിയർലെസ് ആൻഡ് സ്റ്റാൻഡ് സ്ട്രോങ്. നിങ്ങൾ പേടിക്കാൻ പാടില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ കണ്ടിട്ട് അല്ലെ പ്രസന്റ് സിറ്റുവേഷൻ കണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കാൻ പാടില്ല. സ്ട്രോങ് ആയിട്ടിരിക്കാൻ. ഭയത്തെ കളയുക. ഭയം ഒന്നിനും ഒരു പരിഹാരം വരാതെ ഭയന്നിരുന്നിട്ട് കാര്യമില്ല. എന്തിനും നമ്മളെ നേരിടണം. എന്ത് പ്രതിസന്ധി ആയാലും എന്ത് പ്രശ്നങ്ങളായാലും സ്ട്രോങ് ആയിട്ട് നിന്ന് നമ്മൾ അതിനെ നേരിടണം. അല്ലാതെ ഭയം നിരുന്നിട്ട് കാര്യമില്ല. ഭയം പാടില്ല. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കാനാണ് പറയുന്നത്. ഏതൊരു സിറ്റുവേഷനും വളരെ സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ എക്സ്ചേഞ്ച് എനർജി ടു ക്രിയേറ്റ് അബണ്ടൻസ്. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ടാലന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ കണ്ടെത്തി അത് വികസിപ്പിച്ചിട്ട് നിങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് അബണ്ടന്റ് ആണ് കാത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ധാരാളം അതിലൂടെ ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ധാരാളം പണം ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ആ കഴിവിനെ വികസിപ്പിച്ചെടുത്തത് മറ്റുള്ളവരിലേക്ക്, ലോകത്തിലേക്ക് അത് പകർന്നു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോ ഡാൻസ് ചെയ്യാൻ കഴിവുണ്ട്. അപ്പൊ ഒരു ഡാൻസറായി നിങ്ങൾക്ക് പതുക്കെ ഉയർന്നു വന്ന് കുറച്ച് വേറെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഡാൻസ് സ്കൂൾ തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പ്രോഗ്രാം ചെയ്യാം. അങ്ങനെയൊക്കെ ആ രീതിയിൽ വരാം. അതുപോലെ നിങ്ങളൊരു ആക്ടർ ആണെങ്കിലും പതുക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉയർന്നു വരാം. അതുപോലെ നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും ഏത് നിങ്ങളുടെ ടാലന്റ് എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാനാവാം, എഴുതാനാവാം, അങ്ങനെ എന്ത് ടാലന്റ് ആവാം അതിനെ നിങ്ങൾ വികസിപ്പിച്ചെടുത്ത് അതിലൂടെ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു അബണ്ടന്റ് എനർജിയിലേക്ക് എത്താം. ലോകം മൊത്തം അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പതുക്കെ വരാമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന കഴിവിനെയൊക്കെ പുറത്തെടുക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ടാലന്റ് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് റിച്ച് ആവാം, അല്ലെങ്കിൽ അബണ്ടന്റ് ആവാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവരോട് പറയുന്ന ഇവിടെ കൂടുതലും പറയുന്നത് ഇതാണ്. എല്ലാ കാർഡുകളിലെയും മെസ്സേജ് ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെ പുറത്തെടുക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കഴിവിലൂടെ തന്നെ മുന്നോട്ടേക്ക് വരാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിന് തരണം ചെയ്യാൻ പറ്റും. നിങ്ങൾ ആരും സഹായിക്കാനില്ലെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. ആരും നമ്മളെ സഹായിക്കാൻ വരില്ല. ആരും നിങ്ങളെ സഹായിക്കാൻ വരില്ല. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ആരും ആരെയും സഹായിക്കില്ല. എല്ലാവർക്കും അവനവന്റെ കാര്യമാണ്. അതുകൊണ്ട് ആരും സഹായിക്കുമല്ല. നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് നോക്കാനാണ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവത്തിനോട് ചോദിക്കുക, അല്ലെ യൂണിവേഴ്സിനോട് ചോദിക്കൂ. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് എല്ലാവരും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ തന്നെ എല്ലാം ഉണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ളതിനെ, ആ ഒരു കഴിവിനെ അത് പുറത്തേക്ക് കൊണ്ടുവരാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ടൈം എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ളൊരു സമയം വരുമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സമയം കടന്നു പോകും. അപ്പോഴത്തെ ഇതുപോലെ 9 കപ്പ് എനർജിയിലേക്കായിരിക്കും നിങ്ങൾ പോവുക. കാണുന്നുണ്ടോ? നിങ്ങളുടെ ഒരു സമയം, ഇപ്പോഴത്തെ നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത പ്രശ്നങ്ങളിലൂടെ പോകുന്ന ഒരു വ്യക്തികളാണ്. പക്ഷെ ഇവിടെ കാർഡുകൾ, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആൻഡ് ഏഞ്ചൽസ് പറയണം, നിങ്ങളുടെ ടൈം എപ്പോ വേണമെങ്കിലും ചേഞ്ച് ആവാം. നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കുക. ഈ ഒരു സമയം കടന്നു പോകും. നിങ്ങളിൽ വിശ്വസിക്കൂ. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഈ ഒരു അവസ്ഥയിലേക്ക് മാറാം. എന്തെങ്കിലുമൊക്കെ മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാം. അല്ലെങ്കിൽ പതുക്കെ നിങ്ങളുടെ ആ ഒരു കഴിവിലൂടെ, സ്വന്തം കഴിവിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എനർജിയിലേക്ക് ഉണ്ടോ, നിങ്ങളുടെ ലൈഫിലേക്ക് അത്ഭുതം സംഭവിച്ചതിൽ നിങ്ങൾക്ക് തുള്ളിച്ചാടുന്ന ഒരു സന്തോഷം കൊണ്ട് മതിമറക്കുന്ന ഒരു അവസ്ഥ വരുമെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു നിധി കിട്ടിയ സന്തോഷം. അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് സാമ്പത്തികം വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പേരും പ്രശസ്തിയും പണവും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളോട് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് വരില്ല. ഈ ഫസ്റ്റ് സ്റ്റാൻഡിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ പേടി കൂടാതെ ഈ ഫസ്റ്റ് സ്റ്റാൻഡിൽ തന്നെ, അപ്പോ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കിട്ടുന്ന ആ ഒരു സമയത്തിന് നമ്മൾ മാക്സിമം
യൂട്ടിലൈസ് ചെയ്യണം അല്ലെ. അപ്പോൾ നമ്മൾ പുറകോട്ട് പോവാൻ പാടില്ല. എന്ത് വന്നാലും പേടിച്ച് പുറകോട്ട് പോവാൻ പാടില്ല. സ്റ്റേണായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഇനി ഒരു സെക്കൻഡ് ചാൻസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഈ ഫസ്റ്റ് ചാൻസിനെ നിങ്ങൾ മുറുകെ പിടിക്കാനാണ് പറയുന്നത്. സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ ഒരു കാരണവശാലും പുറകോട്ട് വരും. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാരണം, എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾ പെട്ടിരുന്നിട്ട് അതിൽ മുന്നോട്ടേക്ക് പോകണോ വേണ്ടിയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. മുന്നോട്ടേക്ക് നീങ്ങണോ അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങളോട് പറയുന്ന ഒരു കാരണവശാലും ബാക്കിലേക്ക് പോകാൻ പാടില്ല, മുന്നോട്ടേക്ക് തന്നെ പോകാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ സ്റ്റേൺ ആയിട്ട് നിൽക്കണം. നിങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലായാലും സ്റ്റേൺ ആയിട്ട് നിൽക്കണം. ഒരു ചുവട് പോലും പുറകോട്ട് വെക്കാൻ പാടില്ല, മുന്നോട്ടേക്ക് തന്നെ പോകണം എന്നാ പറയുന്നത്. സ്ട്രോങ് ആയിരിക്കാനാ പറയുന്നത് കേട്ടോ. ഇവിടെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട്, അതുപോലെ ഫയർ ഗാർഡിയൻ ഉണ്ട്. ഫയർ ഗാർഡിയൻ പറയുകയാണ് നിങ്ങള് ഈ ഒരു സിറ്റുവേഷനിൽ വളരെയധികം വിഷമിച്ചിരിക്കുന്നുണ്ട്, വളരെ ഫിയർ ആണ്, ഭയങ്കര പേടിയോടെയാണ് പലരും ഇരിക്കുന്നത്. പക്ഷെ ഈ ഒരു ഫയർ ഗാർഡിയൻ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ ഭയത്തെയൊക്കെ ദൂരെ എറിയുകയാണ്, ദൂരെ കത്തിച്ച് കളയും. നിങ്ങളുടെ ഭയത്തെയൊക്കെ കത്തിച്ച് കളയുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പാഷനെ കണ്ടെത്താൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ കൂടെ ശക്തി പകരാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ നല്ലൊരു ഫ്യൂച്ചറിലേക്ക് വരുമെന്നാണ് ഇവിടെ പറയുന്നത്. നല്ലൊരു ഫ്യൂച്ചർ നിങ്ങളുടെ മുൻപിലുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫ് ഫ്യൂച്ചർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ഭയത്തെയൊക്കെ കത്തിച്ചു കളയാൻ, ഭയമൊക്കെ ദൂരെ എറിയാനാണ് പറയുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ വളരെയധികം മനോഹരമാക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ പറയുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ തരുന്നുണ്ടെന്നുള്ളതിന്റെ സിഗ്നലാണ് നിങ്ങൾ വൈറ്റ് ഫെദർ കാണുന്നത്. അതായത് വൈറ്റ് തൂവല്, വെളുത്ത തൂവല് കാണുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടോ? അതായത് വൈറ്റ് തൂവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വൈറ്റ് കളറിലെ പക്ഷികളെ കാണുന്നതും അത് തന്നെയാണ്, പ്രാവിനെയൊക്കെ കാണുന്നതും. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ കൂടെ ഉണ്ടെന്നുള്ളതാണ് വൈറ്റ് ഫെദർ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഇനി നിങ്ങളുടെ എന്താവശ്യമായാലും, ഇപ്പം നിങ്ങളുടെ ലവിന്റെ കാര്യത്തിലാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈവിനെ നിങ്ങളിലേക്ക് എത്തിക്കുമെന്നും, അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണോ, എന്ത് പ്രോബ്ലത്തിലായാലും നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അതൊരു കാര്യം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, നിങ്ങളുടെ ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടി, നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക, ബാക്കി കൂടെ നിന്ന് വേണ്ട സപ്പോർട്ട് അവർ ചെയ്തോളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ ഏഞ്ചൽസ്, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസും മറ്റുള്ള ഏഞ്ചൽസും പറയുന്നുണ്ട്. ഫയർ ഗാർഡിയൻ ഉണ്ട്, വാട്ടർ ഗാർഡിയൻ ഉണ്ട്, ആൻസിസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാവരും കൂടെ നിന്ന് വേണ്ട ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. വാട്ടർ ഗാർഡിയൻ പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ടർ ഗാർഡിയൻ നിങ്ങളുടെ ലവിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങൾ, അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സോളിന്റെ കൂടെ നിന്ന് നിങ്ങളെ സോളിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നേടിത്തരാൻ, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ സങ്കടങ്ങൾ എന്തൊക്കെയായാലും, നിങ്ങളുടെ ലവിലായാലും നിങ്ങളുടെ കരിയറിലായാലും നിങ്ങളുടെ ഫാമിലി ലൈഫിലായാലും ഉള്ള നിങ്ങളുടെ ഇമോഷൻസ്, സങ്കടങ്ങളെയൊക്കെ കെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ സങ്കടങ്ങളൊക്കെ നിങ്ങളിന്ന് സങ്കടങ്ങളൊക്കെ സന്തോഷമാക്കി മാറ്റാൻ നിങ്ങളുടെ സോളിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സോളിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. സ്പിരിറ്റ് സ്പോക്സ് പറയുന്നുണ്ട്, ട്രസ്റ്റ് യുവർ ടാലന്റ് ഇൻ ചേഞ്ചിങ് ടൈം. ആരാണോ അവരുടെ ടാലന്റ് പുറത്തെടുത്ത്, അവരുടെ കഴിവുകളെ പുറത്തെടുത്ത് അത് വികസിപ്പിക്കാൻ, അല്ല അതിലൂടെ മുന്നോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നോട്ടേക്ക് വരുമെന്നാണ് പറയുന്നത്. ഫോക്സ് എന്ന് പറയുമ്പോൾ നമ്മള് സ്വിച്ച് വേർഡ്സിനകത്തുണ്ട്, ഫോക്സ്, മാജിക്, ബെഗിൻ, നൗ എന്നൊക്കെ സ്വിച്ച് വേർഡ് പോലെയുണ്ട്. അപ്പൊ ഫോക്സ് എന്ന് പറയുന്നത് വലിയ ആ ഒരു നമ്മള് മാനിഫെസ്റ്റേഷൻ കാര്യത്തിലൊക്കെ ഉള്ള ഒരു വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു മൃഗമാണ് കേട്ടോ. നമ്മൾ ഏതൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ ആ ഫോക്സിന്റെ സ്പീഡാണ് അതിവിടെ ഉദ്ദേശിക്കുന്നത്. ഫോക്സ് എന്ന് പറയുമ്പോൾ ആ വളരെ സ്പീഡുള്ള ഒരു മൃഗമാണ്. അപ്പൊ അത്രയും സ്പീഡില് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് തരാനായിട്ട് കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്, ആ ഒരു സ്പിരിറ്റ് പറയുന്നത്.
നിങ്ങൾ ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങൾ ടാരറ്റ് കോഡ്സ് പഠിക്കുകയാണ്. അപ്പൊ അത് വളരെ സ്പീഡിലാക്കി നിങ്ങൾക്ക് ആ ഒരു ടാലന്റ് അതിലൂടെ നിങ്ങളുടെ കഴിവിനെ പുറത്ത് കൊണ്ടുവരാനായിട്ടും മറ്റുള്ളവരെ ഹീല് ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും അതോടൊപ്പം നിങ്ങൾ അതിലൂടെ ഏൺ ചെയ്യാനും പറ്റുന്ന രീതി വളരെ സ്പീഡിൽ അത് നിങ്ങൾക്ക് ചെയ്തു തരാനായിട്ട് കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ആരെങ്കിലും ടാരറ്റ് കോഡ്സോ അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ടാലന്റ് എന്താണ്, ഇനിയിപ്പോ പാട്ട് പാടാനാണോ, ഡാൻസ് കളിക്കാനാണോ, വരയ്ക്കാനാണോ, അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ നിങ്ങളുടെ ടാലന്റിനെ കണ്ടെത്തി അത് വികസിപ്പിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഹെൽപ്പ് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ആ ഒരു ടാലന്റ് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളുടെ സ്പിരിറ്റ് ഫോക്സ് പറയുന്നുണ്ട്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി. അത് അവരുടെ ആ ഒരു ഹെൽപ്പ് അവര് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് തന്നോളും കേട്ടോ. ഇവിടെ സ്കൈ ഫാദർ എന്നൊരു ആൻസിസ്റ്റർ ഉണ്ട്. ആൻസിസ്റ്റേഴ്സ് മരിച്ചു പോയിട്ടുള്ള ഫാദേഴ്സ് ആയിട്ടുള്ള ഫാദർ ഫിഗറിലുള്ള ആൻസിസ്റ്റേഴ്സ് ഉണ്ട്. അത് പറയുന്നുണ്ട് അവർ മറഞ്ഞിരുന്നു അവർ വേണ്ട ഹെൽപ്പ് നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ട്രസ്റ്റ് വിശ്വസിക്കാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ സഹായം അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പറയുന്നുണ്ട്. അവർ നിങ്ങളുടെ കൂടെ നിന്ന് അവർ സ്നേഹിക്കുന്നതാണ്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നവരായിട്ടുള്ള അങ്ങനെ അൺസിസ്റ്റേഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ അച്ഛനോ മുത്തച്ഛനോ അങ്ങനെ നിങ്ങളുടെ ഫാദർ ഫിഗറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അച്ഛനോ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഫാദർ ഫിഗറിലുള്ള നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നവര് നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ അദൃശ്യമായി നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഷീ വൂൾഫ് എന്ന് പറയുന്ന ഒരു കാർഡ് ഒരു ആൻസിസ്റ്റർ പറയുന്ന മെസ്സേജ്, നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് മോശമായ ഒരു പാസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിരുന്ന ചില പാസ്റ്റ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലമായിരിക്കാം. ഒരുപാട് വേദനാജനകമായിട്ടുണ്ടാവാം, ഒരുപാട് പ്രോബ്ലംസ് നിറഞ്ഞതായിരുന്നിരിക്കാം. അത് നിങ്ങളെ പാടെ മറക്കാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ, അത് നിങ്ങളുടെ പാസ്റ്റിൽ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഒരുപക്ഷെ ആരെന്നെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം കുട്ടിക്കാലങ്ങളിൽ. അപ്പൊ അങ്ങനെ അത് നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ പേറി വല്ലാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ അത്തരം ചിന്തകളും അപ്പൊ നിങ്ങളുടെ ആ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ പാടെ മറക്കാൻ പറയുന്നുണ്ട്. അതിനെ പൂർണ്ണമായിട്ടും വിട്ടുകളയാം. അത് അന്ന് നിങ്ങളെ ആരാണോ മുറിവേൽപ്പിച്ചത് ഉണ്ടാ, ആര് നിങ്ങളെ മുറിവേൽപ്പിച്ചെങ്കിലും അത് നിങ്ങൾ ചിലപ്പോൾ ഓർത്തോർത്ത് നിങ്ങൾ ഇരിക്കുന്നുണ്ടോ, അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയാത്ത ഒരു അവസ്ഥയിൽ നിങ്ങളെ തടഞ്ഞു വെച്ചിട്ടുണ്ടാവുക. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരുപാട് ദേഷ്യവും എല്ലാവരോടും വെറുപ്പും അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ വല്ലാതെ എപ്പോഴും ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തികളോട് വല്ലാതെ രോഷം, ദേഷ്യം, വെറുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരോടും നിങ്ങൾക്ക് അങ്ങനെയാവാം. ആരിൽ നിന്നെങ്കിലും മോശമായ പ്രോബ്ലം, നിങ്ങൾക്ക് ഒരു പ്രശ്നം കുട്ടിക്കാലത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുരുഷന്മാരിൽ നിന്നാണെങ്കിൽ ആ പുരുഷന്മാരോട്, അതായത് പുരുഷന്മാരെയല്ല നിങ്ങൾക്ക് വെറുപ്പായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്നുള്ള സ്ത്രീകളോട് വെറുപ്പ്, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസിൽ പെട്ടിട്ട് ആ ഒരു പഴയ കാലങ്ങൾ ഓർത്ത് വിഷമിച്ച് ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ കഴിയുന്നുണ്ട്, മുന്നോട്ടേക്ക് നീങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് തന്നെയാണ് ആ ഒരു ചിന്തകൾ, ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളഞ്ഞില്ലെങ്കിൽ, അതിനെയൊക്കെ ഫോർഗീവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കാണ് പ്രോബ്ലം, വേറെ ആർക്കും പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ വലിയ ഫാമിലി ലൈഫിലാവാൻ ഒരുപക്ഷെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാം. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ അപ്പൊ അത് നിങ്ങളെ പൂർണ്ണമായും മറന്നു കളയേണ്ടതുണ്ട്. പാസ്റ്റിന് നിങ്ങൾ പൂർണ്ണമായും വിട്ട് കളയേണ്ടത്, ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നീങ്ങി പോകണമെങ്കിൽ നിങ്ങൾ ആ ഒരു പാസ്റ്റിനെ പൂർണ്ണമായും മറക്കുക. ആ ഒരു വ്യക്തി ആരാണോ അവരോട് ഫോർഗീവ് ചെയ്ത് ക്ഷമിക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഫ്രീ ആയി നിങ്ങളുടെ മൈൻഡിനെ ഫ്രീ ആക്കിയിട്ട് ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്ത് പോവാൻ, പ്രസന്റിൽ സന്തോഷമായിട്ട് ജീവിക്കാനും നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ആരോ പറയുന്നത് നിങ്ങളുടെ ചുറ്റിനും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റിനും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്, നിങ്ങളുടെ എനർജി ഉണ്ട്. അത് നിലനിർത്താൻ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തരുന്ന, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് ഇൻസ്പിറേഷൻ തരുന്ന, നിങ്ങൾക്ക് നല്ലത് ഉപദേശിച്ച് തരുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടും. അതായത് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നിങ്ങളെ അതിൽ നിന്നും തടസ്സം നിൽക്കുന്ന, അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം തരുന്ന ആളുകളുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യരുത്. അധികം നിങ്ങൾ അവരുമായിട്ട്
സഹകരിക്കേണ്ടതെന്നാണ് പറയുന്നത്. അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇച്ചിരി അകറ്റി നിർത്താൻ പറയുന്നുണ്ട്. കൂടുതൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി തരുന്ന ആളുകളുമായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്ത് പോകാനാണ് പറയുന്നത്. നിങ്ങൾ സഹകരിച്ച് പോകാനാണ് പറയുന്നത്. എങ്കിലേ നിങ്ങൾക്ക് പോസിറ്റീവ്, നിങ്ങളുടെ ചുറ്റിനും ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് മാറി നിൽക്കുക. നെഗറ്റീവ്സ് തരുന്ന ആളുകളെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾ പോസിറ്റീവ് തരുന്ന, വൈബ് തരുന്ന ആളുകളുമായിട്ട് മുന്നോട്ടേക്ക് സഹകരിച്ച് പോകാനാണ് പറയുന്നത്. അല്ല, കൂടുതൽ നിങ്ങൾ ഡിവൈൻ കണക്റ്റഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. ചുറ്റിനുമുള്ള ആളുകളെക്കാൾ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് തരുന്ന, നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്പ് തരികയും പ്രൊട്ടക്ഷൻ തരികയും ചെയ്ത ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ആ രീതിയിലുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ദൈവവുമായിട്ട്, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ചുറ്റിനുമുള്ള ആ പോസിറ്റീവ് എനർജി നെഗറ്റീവ് ആക്കരുതെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനോടും നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനോടും ആവശ്യപ്പെടാനായിട്ട് പറയുന്നുണ്ട്. ബ്രോക്കൺ ആരോ, ഈ ഒരു സിമ്പിള് ബ്രോക്കൺ ആരോ പറയുന്നത്, നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ഒരു ജീവിതത്തോടുള്ള ഫൈറ്റ് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഉണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് പീസ്, സമാധാനം തീർച്ചയായിട്ടും വരുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് സമാധാനം വരും. നിങ്ങളുടെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം, പ്രാർത്ഥിക്കണം. മെഡിറ്റേഷൻ, ധ്യാനം, പ്രാർത്ഥന, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവാൻ പറയുന്നുണ്ട്. അങ്ങനെ പോയാൽ നിങ്ങളുടെ ഈ ഒരു ഫൈറ്റ്, ഈ ഒരു കഷ്ടത നിറഞ്ഞ ലൈഫ് ഒരുപാട് നാൾ ഉണ്ടാവില്ല. വളരെ വേഗം തന്നെ അതെല്ലാം അവസാനിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചുറ്റിനും പീസ്, നിങ്ങൾക്ക് ചുറ്റും സമാധാനം ഉണ്ടാവും. നിങ്ങളുടെ ചുറ്റും പീസ്ഫുൾ ആയിരിക്കും, സമാധാനത്തോടെ ഒരു ലൈഫായിരിക്കും. നിങ്ങൾ മെഡിറ്റേഷനും പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറഞ്ഞു. മെഡിറ്റേഷനിലൂടെയും പ്രാർത്ഥനയിലൂടെയും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു സങ്കടം നിറഞ്ഞ അല്ലെങ്കിൽ വേദനാജനകമായിട്ടുള്ള ഈ ഒരു അവസ്ഥയ്ക്കൊക്കെ മാറ്റം വളരെ വേഗം വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ നേരായ മാർഗത്തിലൂടെ പോവാനാണ് പറയുന്നത്. ശരിയായ മാർഗത്തിൽ നിങ്ങൾ പോകുന്ന നിങ്ങളുടെ വഴി ക്ലിയർ ആണോ എന്ന് നോക്കുക. നേരായ മാർഗത്തിലൂടെ നിങ്ങൾ പോവാനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിലൂടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ട്രാവലർ എന്ന സിസ്റ്ററും പറയുന്നുണ്ട്, മൂവ് ഇൻ എ ന്യൂ ഡയറക്ഷൻ. നിങ്ങൾ പുതിയ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനും പറയുന്നുണ്ട്. അതായത് നേരായ മാർഗത്തിലേക്ക്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ബാഡായിട്ടുള്ള ഒരു ഡയറക്ഷനിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളോട് നേരായ മാർഗത്തിലേക്ക്, ന്യൂ ഡയറക്ഷൻ, പുതിയ ഡയറക്ഷനിലേക്ക് പോകാൻ. നിങ്ങളിപ്പോ പോകുന്ന വഴി ശരിയല്ല. ന്യൂ ഡയറക്ഷൻ, പുതിയ ഡയറക്ഷനിലേക്ക് പോകാൻ, നേരായ മാർഗത്തിലൂടെ പോകാനാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഇപ്പൊ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചു പേർക്കെങ്കിലും ഇതിലൂടെയുള്ള ഈ മെസ്സേജസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഗാർഡിയൻ ഏഞ്ചൽസിന്റെ ആദ്യത്തെ റീഡിംഗ് ആണ്. അതുകൊണ്ട് ഇനി ഓരോ പ്രാവശ്യം ഞാൻ പുതിയ രീതിയിലുള്ള മെസ്സേജസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.